ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വാഹനത്തിന്റെ ഇൻഷുറൻസ് ആണ്. വെഹിക്കിൾ ഇൻഷുറൻസ് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫുൾ കവർ ഇൻഷുറൻസ് അഥവാ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എന്നും പറയാറുണ്ട്. അതിനെ പാക്കേജ് പോളിസി എന്നും പറയാറുണ്ട്. ബേസിക്കലി ടോപ്പിക് ഇന്നത്തത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. രണ്ടാമത്തെ വിഭാഗമാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റോഡിലൂടെ വാഹനം ഓടിച്ചു പോകാൻ കഴിയുകയുള്ളൂ. തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ ആക്ട് ഓൺലി പോളിസി എന്നും പറയാറുണ്ട്, ലയബിലിറ്റി ഓൺലി പോളിസി എന്നും പറയാറുണ്ട്. ഡോക്യുമെന്റ് ചെക്ക് ചെയ്താൽ ഏറ്റവും മുകളിലായോ ഈ ഒരു ടേം നമുക്ക് കാണാവുന്നതാണ്. സാധാരണ ഒരു പോളിസി നോക്കിക്കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണോ എന്ന് തിരിച്ചറിയാൻ വാഹനത്തിന്റെ വില അതിൽ 0 ആയിരിക്കും. ഇതാണ് ഫുൾ കവർ ഇൻഷുറൻസ് ആണോ തേർഡ് പാർട്ടി ആണോ എന്ന് നോക്കി മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഐഡിയ. ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ നമ്മൾ വാഹനം റോഡിലൂടെ ഓടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു വ്യക്തിയെയോ ഒരു വാഹനത്തെയോ അതുമല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ വസ്തുക്കൾ, ഉദാഹരണത്തിന് ഒരു മതിലാകാം, അതുമല്ലെങ്കിൽ ഒരു മരമാകാം, അതുമല്ലെങ്കിൽ ഒരു മൃഗമാകാം, ഇതെല്ലാം തേർഡ് പാർട്ടിയിലാണ് ഉൾപ്പെടുക. ഇവർക്ക് വരുന്ന കഷ്ടനഷ്ടങ്ങൾ എല്ലാം തന്നെ കമ്പനി നികത്തുന്നതായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മുടെ വാഹനത്തിന് ഇല്ല എങ്കിൽ മൂന്നാമത്തെ കക്ഷിക്ക് വരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും നികത്താൻ വാഹനത്തിന്റെ ഉടമസ്ഥൻ ബാധ്യസ്ഥനാണ്. തീർച്ചയായും വാഹനം റോഡിൽ ഇറക്കാൻ നിർബന്ധമായും തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തിരിക്കണം. ചില ആളുകൾ ഓൺലൈനിൽ കയറി കുറഞ്ഞ വിലയേ ഉള്ളൂ എന്ന് കരുതി തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കാറുണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസിലെ മറ്റൊരു ടേം ആണ് കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ്. ഇതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എടുത്താൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ പൂർണ്ണമാവൂ. വാഹനത്തിന്റെ ഉടമസ്ഥനായ ആരാണോ അവർക്ക് 15 ലക്ഷം രൂപയുടെ കവറേജ് കൂടി ഈ ഒരു പോളിസിയിൽ എല്ലാ കമ്പനികളും നൽകുന്നുണ്ട്. നമ്മുടെ അജ്ഞത മൂലം ഈ ഒരു ടേം ഒഴിവാക്കിക്കൊണ്ടാണ് പല ആളുകളും ഓൺലൈനിൽ ഇൻഷുറൻസ് എടുക്കാറുള്ളത്. ആയതിനാൽ അവർക്ക് അത് കുറവുള്ളതായി തോന്നുമെങ്കിലും അപകടം സംഭവിക്കുന്ന സമയത്ത് സ്വന്തം കുടുംബത്തിന് കഷ്ടനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അപകട മരണം സംഭവിച്ചാൽ 15 ലക്ഷം രൂപ കമ്പനി ആരാണോ വണ്ടിയുടെ ഉടമസ്ഥൻ അവരുടെ നോമിനിക്ക് കോമ്പൻസേഷൻ ആയി നൽകുന്നതാണ്. അതിനാൽ തീർച്ചയായും ഓൺലൈനിൽ പോളിസി എടുക്കുമ്പോൾ കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കൂടി എപ്പോഴും ചെക്ക് ചെയ്യണം. തീർച്ചയായും ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും ആണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇനിയും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.